അതിൽ കയറി പ്ലാപ്പറ്റിക്ക് വന്നൂല്ലേ? ആണോ? അപ്പൊ ഇത്ര നേരം എന്തായിരുന്നു പാടത്ത് പണി? പിന്നെ നനയ്ക്കുക. രാവിലെ എണിച്ചിട്ട് നനച്ചു. എന്താ വാഴയും പച്ചക്കറി എല്ലാ സാധനവും, വെണ്ട, പയറ്, കുമ്പളം, മട്ട എല്ലാം ഉണ്ട്. അപ്പൊ മരുന്നടിക്കലും വളം പ്രയോഗം, ചാലുകേറലും വെള്ളം നിറയിലൊക്കെ നമ്മളെന്നെ സഹായിക്കാൻ ആരുമില്ല? ആരെ കൂട്ടാൻ പൈസ വേണ്ട. ഓ അങ്ങനെ. അതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്യാം. അതല്ലേ? ഇപ്പൊ എന്താ മരുന്ന് വാങ്ങാൻ വന്നാണോ? ആ പിന്നെ എന്താ മറ്റേ ഇത് വാങ്ങണല്ലേ? എന്താ ജൈവവളം, എല്ലുപൊടി കുറച്ച് വാങ്ങണം. പിന്നെ കുറച്ച് പച്ചക്കറി വളങ്ങൾ വേണം അല്ലേ? കുറച്ച് വിത്ത് വേണം അല്ലേ? ഓക്കെ. അപ്പൊ അതൊക്കെ പാടെ ചേർത്തിട്ട് വന്നാണല്ലേ? അപ്പൊ ഇനി തിരിച്ച് എത്ര കിലോമീറ്റർ ഉണ്ട് വീട്ടിക്ക്? 4 കിലോമീറ്റർ ഉണ്ടോ? അപ്പൊ ഏതാ ബസ്? ബസ്സിന് പോകാത്ത. അതല്ലേ? എന്നാ വീടിന്റെ അവിടെ ഇറങ്ങാൻ പറ്റില്ലേ? പിന്നെ കുറച്ച് നടക്കാനുള്ളൂ അല്ലേ? പിന്നെ വേറെന്തൊക്കെയുണ്ട് മാനേട്ട വിശേഷങ്ങള്? പിന്നെ തെറ്റൊന്നുമില്ല. കുട്ടിക്കാലം മുതൽ തുടങ്ങിയതല്ലേ? കുട്ടിക്കാലം. ഈ വാഴ ഏത് വാഴ വെച്ചിരിക്കണ്? നേന്ത്ര വാഴയാണോ? അപ്പൊ ഇപ്പൊ വെച്ചിട്ട് എത്ര മാസമായി? 2-2.5 മാസമായി. അതല്ലേ? ഈ സമയത്ത് എന്താ വാഴയ്ക്ക് പണി? വാഴയ്ക്ക് കൊത്തുക, വെച്ചിൽ കഴിഞ്ഞാൽ കൊത്തണം, പുല്ല് കളയണം, ചാല് ശരിയാക്കണം. ആദ്യം വാഴ വെക്കുമ്പോ എന്താ ചെയ്യാ? കന്ന് തിരഞ്ഞെടുക്കണം. പിന്നെ നമ്മള് അതിനുള്ള കുഴിയെടുത്ത് നേരെ പോലെ വൃത്തിയാക്കി കുഴിയെടുത്ത് ചുണ്ണാമ്പിട്ട് എന്നിട്ടൊക്കെ നടണം. അതല്ലേ? അപ്പൊ അതിനൊക്കെ നമുക്ക് തന്നെ മുമ്പേ പരിചയമുണ്ട്. ആരതൊക്കെ പഠിപ്പിച്ചതെന്ന്? ഇതൊക്കെ നമ്മൾ ചെറുപ്പം പോലെ കാണുന്നൊരു പ്രക്രിയയാണ് അല്ലേ? പിന്നെ കിളികളുടെ ശല്യം ഉണ്ടോ? കിളികളുടെ ശല്യം പെരിച്ചാഴിയുടെ ശല്യം ഉണ്ടോ? പെരിച്ചാഴൊന്നുമില്ല. ഇല്ല. പന്നി ശല്യം ഉണ്ട്. അതിന് ചുറ്റും വല ഇട്ടിട്ടുണ്ട്. ചുറ്റും വല. പിന്നെന്താ റിബൺ കെട്ടാറില്ലേ? അല്ലേ? റിബൺ കെട്ടാറുണ്ട്. ഇതിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് വേണം നമുക്കുള്ള വിളവ് കിട്ടാൻ അല്ലേ? എന്നാലും നഷ്ടമൊന്നുമില്ല അല്ലേ? ഒരു വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ഓണമോത്താ കൊണ്ട് വില കമ്മിയ ദിവസം. അതല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ഇനി ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കയറണം അല്ലെ? ഉച്ചക്ക് കഞ്ഞി കുടിച്ചോ? അതെ, കഞ്ഞി കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ശരി കേട്ടോ. ഓക്കെ, കൊടുക്ക് കൈ.